Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 5th lecture on Goods and Services Tax. This lecture is based on background of GST, which is the first module in the subject Goods and Services Tax for semester 6 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advantages and limitations of value-added tax. And in this lecture, we are going to discuss the topic justification for introduction of GST. നമ്മുടെ സെക്കൻഡ് ലെക്ചറിൽ വാല്യൂ ആഡഡ് ടാക്സ് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. Despite the success with VAT, there are still certain shortcomings in the structure of VAT both at the central and at the state level. വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടി റവന്യൂ ഗ്രോത്ത് ഒക്കെ ഉണ്ടായി എങ്കിൽ പോലും സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വാറ്റിൻ്റെ സ്ട്രക്ചറിൽ സർട്ടൺ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. ഷോർട്ട് കമ്മിങ് ഇൻ സെൻവാറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ നോൺ ഇൻക്ലൂഷൻ ഓഫ് സെവറൽ സെൻട്രൽ ടാക്സസ് ഇൻ ദ ഓവറോൾ ഫ്രെയിംവർക്ക് ഓഫ് സെൻവാറ്റ്. Moreover, no step has yet been taken to capture the value added chain in the distribution trade below the manufacturing level. സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സിലുള്ള ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സർചാർജസ് എന്നിങ്ങനെയുള്ള സെവറൽ സെൻട്രൽ ടാക്സസ് സെൻവാറ്റിൻ്റെ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ഓവറോൾ ഫ്രെയിംവർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. ആൻഡ് ഈ ഒരു നോൺ ഇൻക്ലൂഷൻ കാരണം ഇൻപുട്ട് ടാക്സിൻ്റെയും സർവീസ് ടാക്സിൻ്റെയും സെറ്റ് ഓഫിൻ്റെ ആ ഒരു ബെനഫിറ്റ് അത് മാനുഫാക്ചറേഴ്സിനും ഡീലേഴ്സിനും ഔട്ട് ഓഫ് റീച്ച് ആയിരുന്നു. അതായത് മാനുഫാക്ചറേഴ്സിനും ഡീലേഴ്സിനും ഈ ഇൻപുട്ട് ടാക്സിൻ്റെയും സർവീസ് ടാക്സിൻ്റെയും സെറ്റ് ഓഫിൻ്റെ ബെനഫിറ്റ് ലഭിച്ചിരുന്നില്ല. മോറോവർ, നോ സ്റ്റെപ്പ് ഹാസ് യെറ്റ് ബീൻ ടേക്കൺ ടു ക്യാപ്ചർ ദ വാല്യൂ ആഡഡ് ചെയിൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ബിലോ ദ മാനുഫാക്ചറിംഗ് ലെവൽ ഇൻ ദ എക്സിസ്റ്റിംഗ് സ്കീം ഓഫ് സെൻവാറ്റ്. സെൻവാറ്റിൻ്റെ എക്സിസ്റ്റിംഗ് സ്കീമിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ബിലോ ദ മാനുഫാക്ചറിംഗ് ലെവൽ, മാനുഫാക്ചറിംഗ് ലെവലിന് താഴെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രേഡിലെ വാല്യൂ ആഡഡ് ചെയിൻ ക്യാപ്ചർ ചെയ്യുവാനുള്ള സ്റ്റെപ്സ് ഒന്നും എടുത്തിരുന്നില്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് GST അറ്റ് ദ സെൻട്രൽ ലെവൽ not only include comprehensively more indirect central taxes and integrate goods and service taxes, also lead to revenue gain for the center through widening of the dealer base. സെൻട്രൽ ലെവലിലെ GSTയുടെ ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ അത് കൂടുതൽ ഇൻഡയറക്റ്റ് സെൻട്രൽ ടാക്സസിൻ്റെ ഇൻക്ലൂഷനൊപ്പം സെറ്റ് ഓഫ് പർപ്പസിനായി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ ഇൻ്റഗ്രേഷനൊപ്പം ഡീലർ ബേസ് വൈഡൻ ചെയ്തുകൊണ്ട് സെൻറ്ററിന് റവന്യൂ ഗെയിനിലേക്കും ലീഡ് ചെയ്തു. ആൻഡ് ഈ ഡീലർ ബേസ് വൈഡൻ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ട്രേഡിലെ വാല്യൂ അഡിഷൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടും ഇൻക്രീസ്ഡ് കംപ്ലൈൻസിലൂടെയുമാണ്. ഷോർട്ട് കമ്മിങ്സ് ഇൻ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ലെവൽ വാറ്റ് സ്ട്രക്ചർ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ലെവൽ വാറ്റ് സ്ട്രക്ചറിലെ ഷോർട്ട് കമ്മിങ്സ് ആണ്. സെവറൽ ടാക്സസ് വിച്ച് ആർ ഇൻ ദ നേച്ചർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് യെറ്റ് നോട്ട് സബ്സ്യൂംഡ് ഇൻ ദ വാറ്റ്. Moreover, Senvat load on the goods remains included in the value of goods to be taxed under state VAT and contributing to that extent a cascading effect. Existing state level VAT structureൽ ഗുഡ്സ് ആൻഡ് സർവീസസിലുള്ള ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ നേച്ചറിലുള്ള സെവറൽ ടാക്സസ് സച്ച് ആസ് ലക്ഷറി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇതൊന്നും സബ്സ്യൂം ചെയ്തിരുന്നില്ല. അതുകൂടാതെ പ്രസൻറ്റ് സ്റ്റേറ്റ് ലെവൽ വാറ്റ് സ്കീമിൽ ഗുഡ്സിലുള്ള സെൻവാറ്റ് ലോഡ് അത് സ്റ്റേറ്റ് വാറ്റിൽ ടാക്സ് ചെയ്യേണ്ട ഗുഡ്സിൻ്റെ വാല്യൂവിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് അങ്ങനെ വരുമ്പോൾ ഓൺ അക്കൗണ്ട് ഓഫ് സെൻവാറ്റ് എലമെൻറ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു കാസ്കേഡിംഗ് എഫക്റ്റിൻ്റെ ക്രിയേഷനായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദിസ് സെൻവാറ്റ് ലോഡ്സ് നീഡ് ടു ബി റിമൂവ്ഡ്. എനി കമ്മോഡിറ്റി ഇൻ ജനറൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഇൻപുട്സ് ആസ് വെൽ ആസ് സർവീസസ്. There should be integration of VAT on goods with tax on services at the state level as well. ആൻഡ് ഈ സെൻവാറ്റ് ലോഡ് റിമൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഏതൊരു കമ്മോഡിറ്റി ആണെങ്കിലും ഇൻ ജനറൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടത് ഫിസിക്കൽ ഇൻപുട്സ് ആസ് വെൽ ആസ് സർവീസസിൻ്റെ ബേസിസിലാണ്. ആൻഡ് സ്റ്റേറ്റ് ലെവലിലും ഗുഡ്സിലുള്ള വാല്യൂ ആഡഡ് ടാക്സിൻ്റെയും സർവീസസിലുള്ള ടാക്സിൻ്റെയും ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. And at the same time there should also be removal of cascading effect of service tax. And അതിനോടൊപ്പം തന്നെ at the same time
സർവീസ് ടാക്സിൻ്റെ കാസ്കേഡിംഗ് ഇഫക്റ്റിൻ്റെ റിമൂവലും ഉണ്ടായിരിക്കണം. ഇൻ ദ GST, ബോത്ത് ദ കാസ്കേഡിംഗ് ഇഫക്ട്സ് ഓഫ് സെൻവാറ്റ് ആൻഡ് സർവീസ് ടാക്സ് ആർ റിമൂവ്ഡ് വിത്ത് സെറ്റ് ഓഫ്. And a continuous chain of set-off from the original producer's point and service provider's point up to the retailer's level is established, which reduces the burden of all cascading effects. GSTയിൽ സെൻവാറ്റിൻ്റെയും സർവീസ് ടാക്സിൻ്റെയും കാസ്കേഡിംഗ് ഇഫക്ട്സ് റിമൂവ് ചെയ്തിട്ടുണ്ട് വിത്ത് സെറ്റ് ഓഫ്. ആൻഡ് ഒറിജിനൽ പ്രൊഡ്യൂസേഴ്സ് പോയിന്റിൽ നിന്നും സർവീസ് പ്രൊവൈഡേഴ്സ് പോയിന്റിൽ നിന്നും റീറ്റെയിലേഴ്സ് ലെവൽ വരെയുള്ള ഒരു കണ്ടിന്യൂസ് ചെയിൻ ഓഫ് സെറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് സെറ്റ് ഓഫ് കാസ്കേഡിംഗ് ഇഫക്ട്സിൻ്റെ എല്ലാ ബേർഡനെയും റെഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ദ എസെൻസ് ഓഫ് GST. ഇതാണ് GSTയുടെ എസെൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് വൈ GST ഈസ് നോട്ട് സിംപ്ലി വാറ്റ് പ്ലസ് സർവീസ് ടാക്സ് ബട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദ പ്രീവിയസ് സിസ്റ്റം ഓഫ് വാറ്റ് ആൻഡ് ഡിസ്ജോയിൻറ്റഡ് സർവീസ് ടാക്സ്. ആൻഡ് ഇതുകൊണ്ടാണ് GST എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി വാറ്റ് പ്ലസ് സർവീസ് ടാക്സ് ബട്ട് ഇത് വാല്യൂ ആഡഡ് ടാക്സിൻ്റെ പ്രീവിയസ് സിസ്റ്റം ആൻഡ് ഡിസ്ജോയിൻറ്റഡ് സർവീസ് ടാക്സ് ഓവർ ദിസ് ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. However, for this GST to be introduced at the state level, it is essential that the states should be given the power of levy of taxation of all services. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സിന് സർവീസസിൽ ടാക്സ് ലെവി ചെയ്യുവാനുള്ള പവർ നൽകുക എന്നുള്ളത് എസെൻഷ്യലായിരുന്നു. A constitutional amendment made for giving this power also to the states. അപ്പോൾ ഈ സർവീസസിൽ ടാക്സ് ലെവി ചെയ്യുവാനുള്ള പവർ സ്റ്റേറ്റ്സിന് നൽകുന്നതിനായി a constitutional amendment was made. With the introduction of GST, burden of central sales tax also removed. GSTയുടെ ഇൻട്രൊഡക്ഷനോട് കൂടി CSTയുടെ സെൻട്രൽ സെയിൽസ് ടാക്സിൻ്റെ ബേർഡനും റിമൂവ് ചെയ്യപ്പെട്ടു. The GST at the state level is therefore justified for additional power of levy of taxation of services for the states, system of comprehensive set of relief including set off for cascading burden of Senvat and service taxes, subsuming of several taxes in the GST and removal of burden of CST. So, state level GSTയുടെ justification ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് അഡീഷണൽ പവർ ഓഫ് ലെവി ഓഫ് ടാക്സേഷൻ ഓഫ് സർവീസസ് ഫോർ ദ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സിന് സർവീസസിൽ ടാക്സ് ലെവി ചെയ്യുവാനുള്ള അഡീഷണൽ പവർ സ്റ്റേറ്റ് ലെവൽ GST നൽകുന്നു. സെക്കൻഡ് വൺ ഇസ് സിസ്റ്റം ഓഫ് കോംപ്രിഹെൻസീവ് സെറ്റ് ഓഫ് റിലീഫ് ഇൻക്ലൂഡിംഗ് സെറ്റ് ഓഫ് ഫോർ കാസ്കേഡിംഗ് ബേർഡൻ ഓഫ് സെൻവാറ്റ് ആൻഡ് സർവീസ് ടാക്സസ്. അതായത് സ്റ്റേറ്റ് ലെവൽ GST കോംപ്രിഹെൻസീവ് സെറ്റ് ഓഫ് റിലീഫിൻ്റെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇതിൽ സെൻവാറ്റിൻ്റെ കാസ്കേഡിംഗ് ബേർഡനും സർവീസ് ടാക്സസിൻ്റെ കാസ്കേഡിംഗ് ബേർഡനും വേണ്ടിയുള്ള സെറ്റ് ഓഫ് ഇൻക്ലൂഡഡ് ആണ്. തേർഡ് വൺ ഇസ് സബ്സ്യൂമിംഗ് ഓഫ് സെവറൽ ടാക്സസ് ഇൻ ദ GSTയിൽ സെവറൽ ടാക്സസ് സബ്സ്യൂം ചെയ്യുന്നു. ആൻഡ് റിമൂവൽ ഓഫ് ബേർഡൻ ഓഫ് CST സെൻട്രൽ സെയിൽസ് ടാക്സിൻ്റെ ബേർഡൻ റിമൂവ് ചെയ്യുന്നു. Because of the removal of cascading effect, the burden of tax under GST on goods in general fall. ആൻഡ് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് GST വഴി റിമൂവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ GST പ്രകാരമുള്ള ടാക്സ് ബേർഡൻ ജനറലി ഫോൾ ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. GST at the central and at the state level thus give more relief to industry, trade, agriculture and consumers through a more comprehensive and wider coverage of input tax set-off and service tax set-off, subsuming of several taxes in the GST and phasing out of CST. GST at the central and at the state level. സെൻട്രൽ ലെവലിലെ GSTയും സ്റ്റേറ്റ് ലെവലിലെ GSTയും കോംപ്രിഹെൻസീവ് ആയതും വൈഡർ കവറേജ് ഉള്ളതുമായ ഇൻപുട്ട് ടാക്സ് സെറ്റ് ഓഫ് വഴിയും സർവീസ് ടാക്സ് സെറ്റ് ഓഫ് വഴിയും സെവറൽ ടാക്സസ് സബ്സ്യൂം ചെയ്തുകൊണ്ടും CST ഫേസ് ഔട്ട് ചെയ്തുകൊണ്ടും ഇൻഡസ്ട്രിക്കും ട്രേഡിനും അഗ്രികൾച്ചറിനും കൺസ്യൂമേഴ്സിനും കൂടുതൽ റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നു. With the GST being properly formulated by appropriate calibration of rates and adequate compensation where necessary, there may also be revenue or resource gain for both the center and the states, primarily through widening of tax base and possibility of a significant improvement in tax complaints. Appropriate calibration of rates ലൂടെയും adequate compensation ലൂടെയും
പ്രോപ്പർലി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന GSTയിലൂടെ സെൻറ്ററിനും സ്റ്റേറ്റ്സിനും ടാക്സ് ബേസ് വൈഡൻ ചെയ്തുകൊണ്ടും ടാക്സ് കംപ്ലൈൻസിൽ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടും റവന്യൂ അല്ലെങ്കിൽ റിസോഴ്സ് ഗെയിൻ ലഭിക്കുന്നതാണ്. In other words, the GST may usher in the possibility of a collective gain for industry, trade, agriculture and common consumers as well as for the central government and the state governments. അതായത് GST ഇൻഡസ്ട്രിക്കും ട്രേഡിനും അഗ്രികൾച്ചറിനും കോമൺ കൺസ്യൂമേഴ്സിനും ആസ് വെൽ ആസ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും ഒരു കളക്റ്റീവ് ഗെയിനിൻ്റെ പോസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. Hope you all understand about justification for introduction of GST. Thank you.